ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 11-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അമ്മോന്യനായ നാഹാശ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിനു നേരെ പാളയമിറങ്ങി. അമ്മോന്യ രാജാവായിരുന്നു നാഹാശ്. നാഹാശ് എന്ന പേരിൻ്റെ അർത്ഥം സർപ്പം എന്നതാണ്. ആരായിരുന്നു അമ്മോന്യർ? ലോത്തിന് തൻ്റെ ഇളയ മകളിൽ ജനിച്ച ബെൻ അമ്മിയുടെ തലമുറക്കാരായിരുന്നു അമ്മോന്യർ. പാരമ്പര്യപ്രകാരം ഇവർ മോവാബ്യരുടെയും ഇസ്രായേല്യരുടെയും ബന്ധുജനങ്ങൾ ആയിരുന്നു. അമ്മോന്യർ അറേബ്യൻ മരുഭൂമിക്കും ഗാദ്യർക്കും മധ്യേ ആയിരുന്നു വസിച്ചിരുന്നത്. അമ്മോൻ, അമ്മോൻ്റെ മക്കൾ, അമ്മോന്യർ എന്നീ പേരുകളിലായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. ഈ പാരമ്പര്യത്തിൽപ്പെട്ട രാജാവായിരുന്നു നാഹാശ്. എന്നാൽ ഗിലെയാദിലെ യാബേശിനു നേരെ പാളയമിറങ്ങിയ അമ്മോന്യ രാജാവായ നാഹാശിനെ ശൗൽ രാജാവ് തോൽപ്പിച്ചു കളയുന്നു. അതിന് ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഇസ്രായേല്യരെ നിന്ദിക്കുന്ന നാഹാശ്. 1 ശമൂവേൽ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അനന്തരം അമ്മോന്യനായ നാഹാശ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിനു നേരെ പാളയമിറങ്ങി. യാബേശ് നിവാസികളൊക്കെയും നാഹാശിനോട് ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്നാണ് ആ ജനങ്ങൾ നാഹാശിനോട് പറയുന്നത്. എന്നാൽ ഇസ്രായേലിനെ നിന്ദിക്കുവാനായി അവരുടെ വലം കണ്ണ് ചൂഴ്ന്നെടുത്തുകൊണ്ട് കീഴടങ്ങുവാനാണ് അമ്മോന്യ രാജാവായ നാഹാശ് ആവശ്യപ്പെടുന്നത്. തുടർന്ന് ഇസ്രായേല്യരുടെ ബലഹീനത മനസ്സിലാക്കിയ നാഹാശ് 7 ദിവസം അവർക്കായി സമയം അനുവദിക്കുന്നു. ഈ ദിവസത്തിനുള്ളിൽ അവർക്കായി ഒരു രക്ഷകൻ എഴുന്നേൽക്കുമോ എന്ന പരിഹാസത്തോടെ ആ രാജാവ് നോക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനതയെ നിന്ദയോടെ നോക്കുന്ന ഒരു രാജാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ആ നിന്ദ മാറ്റുന്ന ഒരു രക്ഷകൻ ഇവിടെ ദൈവദൂതനെ പോലെ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, നിന്ദയകറ്റുവാൻ ദൈവശക്തി വ്യാപരിക്കുന്നു. 1 ശമൂവേൽ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം: ദൂതന്മാർ ശൗലിൻ്റെ ഗിബയയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞ് കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. ഇവിടെ ഉറക്കെ കരയുന്ന ഒരു ജനത്തെ നമുക്ക് കാണാം. കാരണം അവർക്ക് വന്നു ഭവിക്കുവാനിരിക്കുന്ന അനർത്ഥം വലുതാകൊണ്ടും അവർക്കൊരു രക്ഷകൻ ഉണ്ടാകുകയില്ലെന്നും ഓർത്താണ് ഇസ്രായേൽ ജനത ഇവിടെ വിലപിക്കുന്നത്. എന്നാൽ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു: ശൗൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു, അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു എന്ന്. തുടർന്ന് ശൗൽ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറയുകയും ആ വാർത്ത കേട്ട ജനം സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നാഹാശ് എന്ന അമ്മോന്യ രാജാവിനെ തോൽപ്പിക്കുവാനായിട്ട് ശൗലിനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവസാനം കാണുന്നത് ഇപ്രകാരമാണ്: അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാന യാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേല്യരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇസ്രായേലിൻ്റെ നിന്ദയകറ്റുവാൻ അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, ഞങ്ങൾ നിന്ദിതരായി പോകുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ നിന്ദയകറ്റുവാൻ അവിടുത്തെ ദൂതന്മാരെ കാവലായി അയക്കണമേ. ആമേൻ.